സൈന്യങ്ങളിൽ ദൈവം ആയ യഹോവ എന്ന പാട്ടുപാടി നമുക്ക് ആരാധന ആരംഭിക്കാം. സൈന്യങ്ങളിൽ ദൈവം ആയ യഹോവേ, നീ വിശുദ്ധൻ, നീ വിശുദ്ധൻ നിർമ്മലൻ. സ്വർഗം ഭൂമിയെങ്ങും നിൻ മഹത്വം തിങ്ങും. സർവശക്ത ദൈവം ആയ യഹോവേ, നീ വിശുദ്ധൻ, നീ വിശുദ്ധൻ നിർമ്മലൻ. ഇരുന്നവൻ നീയേ, ആയിരിക്കുന്നോനെ, നീ വരുന്നോൻ താൻ നിത്യദൈവമേ. ഹല്ലേലൂയ, ആമേൻ. ദൈവപിതാവേ, സ്നേഹിപ്പാനും അങ്ങയുടെ പരിശുദ്ധ നാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്താനും നാവുകളെയും നിലവുകളെയും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. ആമേൻ. ദൈവനാമത്തിൻ്റെ സ്തുതിക്കും മഹത്വത്തിനുമായി 23-ാമത്തെ പാട്ട് പാടാം. 23-ാമത്തെ പാട്ട്. പരിശുദ്ധ പരനെ നിരന്തരം സ്തുതിപ്പിൻ, പാടി തൻ നാമം കൊണ്ടാടിക്കൊണ്ടിരിക്കും. പരിശുദ്ധ പരനെ നിരന്തരം സ്തുതിപ്പിൻ, പാടി തൻ നാമം കൊണ്ടാടിക്കുമ്പിടുവിൻ. ഇരുജനങ്ങളെ ഉണരിൻ, തൻ ദാസ തിരുമുമ്പിൽ വണങ്ങിടുവിൻ എന്നേക്കും. നാഥനും നമുക്കു താതനുമായുള്ള നല്ല യഹോവയെ എല്ലാരും സ്തുതിപ്പിൻ. ഏതുമായ സമന്യേ തൻ വീട്ടിൽ ഏകനെ പുകഴ്ത്തിടുവിൻ എന്നേക്കും. നന്മ കടലിനെ ചെമ്മെ നാം സ്തുതിച്ചാൽ നമുക്കില്ല കുറച്ചിലെന്നറിഞ്ഞു കുമ്പിടുവിൻ. ഈ മഹാപദവിയെ നാം എല്ലാരും ഇഷ്ടത്തോടാചരിക്കാം എന്നേക്കും. വാനവും പാരും താനത്ര ചമച്ചു, വല്ലഭൻ നല്ലവനെല്ലാരിലുയർന്നോൻ. ജ്ഞാനത്തോടെ സ്തുതിപ്പിൻ, തൻ പേരിൽ നല്ല കീർത്തികൾ കൊടുപ്പിൻ എന്നേക്കും. ദൈവപിതാവേ, ദിവ്യകുമാര, ദേവശുദ്ധാത്മപ്രിയേ ഗദേവേശ, സർവകാലവും പുകഴ്ച ഭവാനു ഭവിക്കണം. ഹല്ലേലൂയ, ആമേൻ. സ്തുതിലിത്താനികൾ. നാലാം പുറം 2-ാം ഭാഗം. സ്തുതിലിത്താനികൾ 4-ാം പുറം 2-ാം ഭാഗം. യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, സർവ്വഭൂമിയും തിരുസന്നിധിയിൽ മൗനമായിരിക്കട്ടെ. ഞാനോ അങ്ങയുടെ കൃപയുടെ ബഹുത്വത്താൽ അങ്ങയുടെ ആലയത്തിലേക്ക് പ്രവേശിക്കും. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ എന്ത് പകരം കൊടുക്കും? ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ.
എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ അധരങ്ങൾ തുറക്കണമേ, എന്നാൽ എൻ്റെ വായ അങ്ങയുടെ സ്തുതി വർണ്ണിക്കും. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തു പോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസരണവുമുള്ള ഹൃദയത്തോടെ ഏറ്റുപറവാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയശബ്ദത്തോടും സ്വർഗീയ കൃപാസന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. 10-ാം പുറത്തിൻ്റെ 2-ാം ഭാഗത്ത് കാണുന്ന അനുതാപ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. 10-ാം പുറം 2-ാം ഭാഗം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, വാക്കിലും പ്രവൃത്തിയിലും വിചാരത്തിലും ഞങ്ങൾ അങ്ങേക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ പൂർണ്ണ മനസ്സോടെ അങ്ങയെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുടെ അയൽക്കാരെയും സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ പാപം മാറ്റി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ സകല കുറ്റങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. 14-ാം പുറത്തിലുള്ള പൊതുവിലുള്ള സ്തോത്രം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. 14-ാം പുറത്തിലുള്ള പൊതുവിലുള്ള സ്തോത്രം. സർവശക്തിയുള്ള ദൈവമേ, മഹാകരുണയുള്ള പിതാവേ, ഞങ്ങളുടെ അയോഗ്യദാസരായ ഞങ്ങളോടും സകല മനുഷ്യരോടും അങ്ങേക്ക് സകല കരുതലുകൾക്കായും ആർദ്രതയ്ക്കായും ഞങ്ങൾ അങ്ങേക്ക് മഹാവിനയവും മനഃപൂർവ്വമായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കായും എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത അവിടുത്തെ വിലമതിച്ചുകൂടാത്ത സ്നേഹത്തിനായും ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അങ്ങ് നൽകിയ കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിൻ്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ ഹൃദയങ്ങൾ നന്ദിയുള്ളതായി തീരേണ്ടതിനും അങ്ങയെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും ഞങ്ങളുടെ മുമ്പാകെ നടക്കേണ്ടതിനും അങ്ങനെ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ ജീവിതം കൊണ്ടും അവിടുത്തെ സ്തുതി പ്രസിദ്ധപ്പെടുത്തേണ്ടതിന് അവിടുത്തെ സകല കാരണങ്ങളെയും കുറിച്ചുള്ള ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. നമുക്ക് ദൈവനാമ മഹത്വത്തിന് വേണ്ടി 410-ാമത്തെ പാട്ട് ഒരുമിച്ച് പാടാം. 410-ാമത്തെ പാട്ട്. ശ്രീയേശുനാമം അതിശയനാമം ഏഴെനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴെനിക്കിമ്പനാമം. എല്ലാ നാമത്തിനും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങും തൻ തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങും തൻ തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. യേശുനാമം അതിശയനാമം ഏഴെനിക്കിമ്പനാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാൻ എന്മേൽ കനിഞ്ഞ നാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാൻ എന്മേൽ കനിഞ്ഞ നാമം. അന്യനെന്ന മേലെഴുത്തു എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്യനാമം. അന്യനെന്ന മേലെഴുത്തു എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്യനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴെനിക്കിമ്പനാമം. ഭൂതബാധിതർക്കും നാനാവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം. ഭൂതബാധിതർക്കും നാനാവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം.
കുരുടർക്കും മുടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതൽ നൽകും നാമം. കുരുടർക്കും മുടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതൽ നൽകും നാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേനിക്കിൻപനാമം. പാപപരിഹാരം പാതകർക്കു നൽകാൻ പാരിടത്തിൽ വന്ന നാമം. പാപപരിഹാരം പാതകർക്കു നൽകാൻ പാരിടത്തിൽ വന്ന നാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമാം പുണ്യനാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമാം പുണ്യനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേനിക്കിൻപനാമം. ഈ സമയം സങ്കീർത്തനങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. സങ്കീർത്തനം എല്ലാവർക്കും ഒരുമിച്ച് ചെല്ലാം. സങ്കീർത്തനം 148. യഹോവയെ സ്തുതിപ്പിൻ, സുഹൃത്തുക്കളെ സ്തുതിപ്പിൻ, ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പിൻ. അവന്റെ സകല ദൂതന്മാരുമായുള്ളവരെ അവനെ സ്തുതിപ്പിൻ. അവന്റെ സർവ്വസൈന്യങ്ങളെ അവനെ സ്തുതിപ്പിൻ. സൂര്യചന്ദ്രന്മാരെ അവനെ സ്തുതിപ്പിൻ. പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമായുള്ളവരെ അവനെ സ്തുതിപ്പിൻ. സ്വർഗ്ഗാദി സ്വർഗ്ഗവും ആകാശത്തിന് മീതെയുള്ള വെള്ളവും അവനെ സ്തുതിപ്പിൻ. അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. നാമത്തെ സ്തുതിക്കട്ടെ. അവനെ സദാകാലത്തേക്ക് സ്ഥിരമാക്കി ലംഘിക്കരുതാത്ത ഒരു നിയമം വെച്ചിരിക്കുന്നു. എല്ലാ ആളുകളുമായുള്ളവരെ ഭൂമിയിൽ നിന്ന് യഹോവയെ സ്തുതിപ്പിൻ. തീയും കന്മഴയും ഹിമവും ആവിയും അവന്റെ വചനം അനുസരിക്കുന്ന കൊടുങ്കാറ്റും പർവ്വതങ്ങളും സകല കുന്നുകളും ഫലവൃക്ഷാദികളും സകല ദേവതാദികളും മൃഗങ്ങളും സകല കന്നുകാലികളും ഇഴജന്തുക്കളും പർവ്വജാതികളും ഭൂമിയിലെ രാജാക്കന്മാരും സകല വംശങ്ങളും ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും യുവാക്കളും യുവതികളും വൃദ്ധന്മാരും ബാലന്മാരും ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അവന്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നത്, അവന്റെ മഹത്വം ഭൂമിക്കും ആകാശത്തിനും മേലായിരിക്കുന്നു. തന്നോട് അടുത്തിരിക്കുന്ന ജനമായി ഇസ്രായേൽ മക്കളായ തന്റെ സകല ഭക്തന്മാർക്കും പുകഴ്ചയായി അവൻ സ്വജനത്തിനൊരു കൊമ്പിനെ ഉയർത്തിരിക്കുന്നു. യഹോവയെ സ്തുതിക്കുന്നു. ആദിയിൽ എപ്പോഴും നയിക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. പഴയ നിയമ വേദഭാഗം 1 രാജാക്കന്മാർ 8-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. 1 രാജാക്കന്മാർ 8-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം ശലോമോൻ യഹോവയുടെ യാഗപീഠത്തിന് മുൻപിൽ ഇസ്രായേലിന്റെ സർവ്വസഭയുടെയും സമക്ഷത്ത് നിന്നുകൊണ്ട് ആകാശത്തിലേക്ക് കൈമലർത്തി പറഞ്ഞതെന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ മുൻപാകെ നടക്കുന്ന നിന്റെ ദാസന്മാർക്കായി നിയമവും ദയയും പാലിക്കുന്ന നിന്നെപ്പോലെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും യാതൊരു ദൈവവുമില്ല. നീ എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസന് ചെയ്ത വാഗ്ദാനം പാലിച്ചിരിക്കുന്നു. തിരുവായ് കൊണ്ട് അരളി ചെയ്തത് എന്ന് കാണും പോലെ തൃക്കൈ കൊണ്ട് നിവർത്തിച്ചുമിരിക്കുന്നു. ആകയാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, നീ എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസനോട് നീ എൻ്റെ മുൻപാകെ നടന്നതുപോലെ നിന്റെ പുത്രന്മാരും എൻ്റെ മുൻപാകെ നടക്കത്തക്കവണ്ണം തങ്ങളുടെ വഴി സൂക്ഷിക്കുക മാത്രം ചെയ്താൽ ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ നിനക്ക് ഒരു പുരുഷൻ എൻ്റെ മുൻപാകെ ഇല്ലാതെ വരികയില്ല എന്ന് അരുളി ചെയ്തിരിക്കുന്നത് നിവർത്തിക്കണമേ. ഇപ്പോൾ ഇസ്രായേലിന്റെ ദൈവമേ, എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസനോട് നീ അരുളി ചെയ്ത വചനം ഒത്തുവരുമാറാകട്ടെ. എന്നാൽ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ വസിക്കുമോ? സ്വർഗത്തിലും സ്വർഗാതി സ്വർഗത്തിലും നീ അടങ്ങുകയില്ലല്ലോ. പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ അടങ്ങുന്നത് എങ്ങനെ? എങ്കിലും എൻ്റെ ദൈവമായ യഹോവേ, അടിയൻ ഇന്ന് തിരുമുൻപിൽ കഴിക്കുന്ന നിലവിളിയും പ്രാർത്ഥനയും കേൾക്കേണ്ടതിന് അടിയൻ്റെ പ്രാർത്ഥനയിലേക്കും യാചനയിലേക്കും തിരിഞ്ഞു കടാക്ഷിക്കണമേ. അടിയൻ ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ നാമം ഉണ്ടായിരിക്കുമെന്ന് നീ അരുളി ചെയ്ത സ്ഥലമായ ഈ ആലയത്തിലേക്ക് രാവും പകലും തൃക്കൺ പാർത്തരുളണമേ. ഈ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിപ്പാനിരിക്കുന്ന അടിയൻ്റെയും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെയും യാചന കേൾക്കണമേ. നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ കേൾക്കണമേ. കേട്ട് ക്ഷമിക്കണമേ.
ഈ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിപ്പാനിരിക്കുന്ന അടിയൻ്റെയും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെയും യാചന കേൾക്കണമേ. നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ കേൾക്കണമേ. കേട്ട് ക്ഷമിക്കണമേ. പഴയ നിയമം വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. കേട്ട വേദഭാഗങ്ങൾ ദൈവം അനുഗ്രഹിക്കുമാറാട്ടെ. വായനയ്ക്കായി നൽകിയിട്ടുള്ള ലേഖനഭാഗം വെളിപാട് 14-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. വെളിപാട് 14-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടി നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും വലിയൊരു ഇടിമുഴക്കം പോലെയും സ്വർഗത്തിൽ നിന്ന് ഒരു ഘോഷം കേട്ടു. ഞാൻ കേട്ട ഘോഷം വണികന്മാർ വീണ മീട്ടുന്നത് പോലെ ആയിരുന്നു. അവർ സിംഹാസനത്തിനും 4 ജീവികൾക്കും മൂപ്പന്മാർക്കും മുമ്പാകെ ഒരു പുതിയ പാട്ട് പാടി. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്ന 144,000 പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല. അവർ കന്യകമാരാകയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ. കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്നും വീണ്ടെടുത്തിരിക്കുന്നു. ഭോഷ്ക് അവരുടെ വായിലുണ്ടായിരുന്നില്ല. അവർ കളങ്കമില്ലാത്തവർ തന്നെ. വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അറിയിപ്പാൻ അവൻ്റെ പക്കൽ ഒരു നിത്യസുവിശേഷമുണ്ടായിരുന്നു. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ. അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പിൻ എന്ന് അവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. വായിച്ചു കേട്ട ദൈവവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത്. വായനയ്ക്കുള്ള സുവിശേഷ ഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അവൻ പിന്നെയും പള്ളിയിൽ ചെന്നു. അവിടെ വരണ്ട കൈയുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവർ അവനെ കുറ്റം ചുമത്തേണ്ടതിന് ശബത്തിൽ അവനെ സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. വരണ്ട കൈയുള്ള മനുഷ്യനോട് അവൻ നടുവിൽ എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറഞ്ഞു. പിന്നെ അവരോട് ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏത് വിഹിതം എന്ന് ചോദിച്ചു. അവരോ മിണ്ടാതിരുന്നു. അവരുടെ ഹൃദയകാഠിന്യ നിമിത്തം അവർ ദുഃഖിച്ചുകൊണ്ട് കോപത്തോടെ അവരെ ചുറ്റും നോക്കി ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ നീട്ടി, അവൻ്റെ കൈ സൗഖ്യമായി. ഉടനെ പരീശന്മാർ പുറപ്പെട്ട് അവനെ നശിപ്പിക്കേണ്ടതിന് ഹേരോദ്യരുമായി ആലോചന കഴിച്ചു. ഇവിടെ സുവിശേഷ ഭാഗം അവസാനിച്ചു. ക്രിസ്തു ഈ വചനങ്ങളിൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് ഈ സമയത്ത് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മുട്ടുകളെ മടക്കാം. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു നാഥ. മിഷണറിമാരാൽ അടിസ്ഥാനമിട്ട് ത്യാഗപൂർണമായ വിശ്വാസത്തിലൂടെ വളർന്നു വന്ന ദക്ഷിണ കേരള മഹായിടവകയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതിലെ ഓരോ സഭകളെയും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു അപ്പ. ദൈവമേ, അവിടെ ഇരിക്കുന്ന പുരോഹിതന്മാർ കർത്താവെ, ജനങ്ങളെ നേരായ വണ്ണം ഒരാത്മാവിനെയെങ്കിലും നിത്യജീവനായി നേടണമെന്ന് ആത്മീയ ദാഹത്തോടെ പരിപാലിക്കുവാനുള്ള കൃപ കൊടുക്കണമേ അപ്പ. ഓരോ വിശ്വാസികളും ദൈവമേ പരസ്പരം ആത്മീയമായി വളരുവാനും കർത്താവെ നിത്യജീവൻ എന്ന ലക്ഷ്യത്തോടു കൂടി ജീവിക്കുവാനുമുള്ള കൃപകൾ നൽകണമേ കർത്താവെ. അന്യായമായ തീരുമാനത്തിലൂടെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ദേവാലയത്തിൻ്റെ സ്ഥാനത്ത് പകരം ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുവാൻ സ്വർഗീയനാഥ അവിടെ ഇടപെടണമേ കർത്താവെ. സുസ്ഥിരമായ ഒരു ഭരണ സംവിധാനം കർത്താവെ, ദൈവഹിതമുള്ള ആത്മീയമായി ജനത്തെ നയിക്കുവാൻ കൃപയുള്ള ഒരു നേതൃത്വത്തെ ഞങ്ങൾക്ക് നൽകണമേ കർത്താവെ. ഞങ്ങളുടെ സഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. നഷ്ടപ്പെട്ടിട്ടും ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ
വീണ്ടും കൂടുവാനും ഈ ഒരു അവസരത്തിലും പ്രാർത്ഥിക്കുവാനും തന്ന കൃപയ്ക്കായി സ്തോത്രം. മനസ്സ് മടുത്തു പോകാതെ കർത്താവെ, ഭവനത്തിലായിരുന്ന പലരും ഇന്ന് ഒരുമിച്ച് വരുവാനും കർത്താവെ, ഇനിയും അനേകം പേർ ദൈവാലയമില്ലാതെ ഭവനങ്ങളിലായിരിക്കുന്നു. അവരെ മാനസികമായി ബലപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെയും ഒന്നും കൂടെ താഴ്ത്തി പരമേൽപ്പിക്കുന്നു. ഞങ്ങളെ ബലപ്പെടുത്തണമേ കർത്താവെ. പതറിപ്പോകാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ കർത്താവെ, ആത്മീയമായി ഇനിയും വളരുവാൻ, മറ്റ് സഭകൾക്ക് ഞങ്ങൾ മാതൃകയാകുവാൻ കർത്താവെ, യേശുപ്പച്ച കത്തീഡ്രൽ ചർച്ച് കർത്താവെ ഒരു അഭിമാനമായി തീരുവാൻ, ദക്ഷിണ കേരള മഹാടവയ്ക്ക് ഒരു അഭിമാനമായി തീരുവാൻ, അത് പണിയപ്പെടേണ്ടത് കർത്താവെ അവിടുന്ന് പണിയണമേ അപ്പ. അങ്ങ് നശിപ്പിക്കുന്ന ദൈവമല്ല, ഇടിച്ച് കളയുന്ന ദൈവമല്ല, പണിയുന്ന ദൈവമാണ് കർത്താവെ. ഞങ്ങൾക്ക് ആ സഭ പണിയുവാൻ കർത്താവെ, ആ കത്തീഡ്രൽ ചർച്ച് പണിയുവാൻ നല്ലൊരു നേതൃത്വത്തിൽ ഞങ്ങൾക്ക് നൽകണമേ കർത്താവെ. അങ്ങയുടെ ആത്മീയ എരിവുള്ള ഒരു നേതൃത്വത്തിൽ നൽകണമേ അപ്പ. ഞങ്ങളെ ഓരോ വ്യക്തികളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്നാണ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. പ്രിയ പിതാവേ, വീണ്ടും വേഗം വരുന്ന ഉയർത്തെഴുന്നേറ്റ സ്നേഹ യേശു ക്രിസ്തുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങൾ ക്ഷമിക്കുന്നു. ഞങ്ങളെ പരീക്ഷയിൽ ശ്രദ്ധിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതല്ലോ. ആമേൻ. 470 പാട്ട് നമുക്ക് പാടാം. 470 പാട്ട്. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ, പാപങ്ങളാകവെ ക്ഷമിച്ചിടുന്നു, രോഗങ്ങളഖിലവും നീക്കിടുന്നു. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ, അമ്മയെപ്പോൽ നമ്മെ ഓമനിച്ചു, അപകടവേളയിൽ പാലിച്ചവൻ, ആഹാരപാനീയമേകി നമ്മിൽ നിത്യമാം ജീവനെ നൽകിടുന്നു. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ, ഇടയനെ പോൽ നമ്മെ തേടി വന്നു, പാപക്കുഴിയിൽ നിന്നേറ്റിയവൻ, സ്വന്തമാക്കി നമ്മെ തീർത്തിടുവാൻ, സ്വന്ത രക്തം നമുക്കേകിയവൻ. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ, കൂടുകളെ കൂടെ കൂടിളക്കി, പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു, ചിറകുകളതിന്മേൽ വിരിച്ചുകൊണ്ട്, നീലം പരിശായി നാം നശിച്ചിടാതെ, പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. സ്തോത്രം ചെയ്യാം ഹൃദയംഗമായി, കുമ്പിടമവൻ മുമ്പിലാദരവായി, ഹല്ലേലൂയ പാടാം മോദമോടെ, അവനല്ലോ നമ്മുടെ രക്ഷയൻ പാറ. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. ദൈവവചനം ധ്യാനിക്കുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. മഹാകാരുണ്യവാനായ പിതാവേ, ദൈവമേ, ബലഹീനരായ അടിയങ്ങൾ ഒരുമിച്ച് ചേർന്ന് അങ്ങയെ സ്തുതിക്കുന്നു. ദൈവമേ, അടിയങ്ങൾ കുറവുള്ളവരാണ്. ദൈവമേ, അടിയങ്ങൾ ചെറിയൊരു ജനമാണ്. അങ്ങ് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അങ്ങയോട് ഉണർത്തിച്ചുവല്ലോ. ദൈവമേ, തൃക്കൺ പാർത്ത് അടിയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
പാടി സ്തുതിക്കുന്നതിന് അങ്ങ് അവസരം തന്ന വലിയ കൃപയോർത്ത് സ്തുതിക്കുന്നു. അതിന് വേണ്ടുന്ന സാഹചര്യങ്ങളും അന്തരീക്ഷവും അനുകൂലമാക്കി തന്ന കൃപയോർത്ത് സ്തുതിക്കുന്നു. വന്നു കൂടിയിട്ടുള്ള എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനം ദൈവമേ അടിയങ്ങൾ വ്യാഖ്യാനിക്കാൻ കഴിവുള്ളവരല്ല എങ്കിലും അടിയങ്ങളുടെ നാവിലൂടെ അത് വ്യാഖ്യാനിക്കാൻ വേണ്ടുന്ന കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ കുറവുകൾ കുറ്റങ്ങളെല്ലാം ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ ദൈവം അടിയങ്ങളുടെ ജീവിതത്തിന് 30, 60, 100 മേനിയായി വിളഞ്ഞു വരുന്നതിന് അത് പ്രയോജനപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മകളാൽ നിറയ്ക്കണം പരമപിതാവേ. ആമേൻ. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. ആരാധനയിലെ ദൈവിക വെളിപ്പാട് എന്ന ഭാഗമാണ് എന്നുള്ള വാക്യമാണ് നമുക്ക് തന്നിട്ടുള്ളത്. മഹായിടവക ആരാധന ക്രമമനുസരിച്ചിട്ട് ആരാധനയിലെ ദൈവിക വെളിപ്പാട്. നാം പലപ്പോഴും പലതരത്തിലാണ് ആരാധനയ്ക്ക് പങ്കുചേരുന്നത്. വീട്ടിൽ വെച്ച് നമ്മൾ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കുന്നു, നമ്മൾ ഒരുമിച്ച് കൂടി ഭവന പ്രാർത്ഥന നടത്തുന്നു, കൂട്ടായ്മയിൽ നമ്മൾ പങ്കുചേരുന്നു, ദേവാലയത്തിൽ വന്ന് ഒരുമിച്ച് ചേർന്ന് നമ്മൾ ആരാധന നടത്തുന്നു. ഇവിടെ എല്ലാം ദൈവത്തിൻ്റെ ഓരോ വെളിപ്പാട് നമുക്കുണ്ടാകുന്നു എന്നത് മറക്കാൻ കഴിയാത്ത വലിയ ഭാഗ്യവുമാണ്. ഈ പറഞ്ഞ ചെറിയ പ്രാർത്ഥനകളായിരുന്നാലും വലിയ പ്രാർത്ഥനകളായിരുന്നാലും ദൈവമാണ് നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള കൃപകൾ പകർന്നിരിക്കുന്നത്, നമുക്ക് തുടർന്നും പകർന്ന് തന്നുകൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ജീവിത സാഹചര്യങ്ങളിലുള്ള ഓട്ടത്തിനിടയിൽ ഉണ്ടാകാമെങ്കിലും അവിടെയെല്ലാം ദൈവത്തിൻ്റെ വലിയ കരുതൽ നമ്മോടൊപ്പം ഉണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അതുകൊണ്ട് ഒരു കാരണവശാലും ആരാധനയിൽ നിന്ന് വിട്ടുമാറുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മെ ശക്തീകരിക്കുന്നതിന് വേണ്ടി ദൈവം നമുക്ക് കൃപ തരും എന്നതാണ് ദൈവം നമുക്ക് തരുന്ന വാഗ്ദത്തം. നമ്മൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും ശരി ദൈവിക കൃപയ്ക്ക് വേണ്ടി ആരാധനയിൽ പങ്കെടുത്ത് ദൈവിക വെളിപ്പാട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്നത് മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ ഈ 3-ാം അധ്യായത്തിലെ 4-ാമത്തെ വാക്യത്തിൽ തുടങ്ങുന്ന ആ ഒരു സംഭവത്തോടു കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യേശുക്രിസ്തു ദേവാലയത്തിൽ ചെല്ലുമ്പോൾ അവിടെ വരണ്ട കൈയുള്ള ഒരു മനുഷ്യനെ കാണുന്നു. ഈ വരണ്ട കൈ എന്ന് പറയുമ്പോൾ പലതരത്തിൽ അതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. തൊലിപ്പുറത്തുണ്ടാകുന്ന ഒരു വരണ്ട അവസ്ഥയെന്നും കൈക്ക് നീളം കുറഞ്ഞു പോകുന്ന അവസ്ഥയെന്നും വിരലുകൾ ശോഷിച്ചു പോകുന്ന അവസ്ഥയെന്നും ഏത് തരത്തിലായിരുന്നാലും ശരി അംഗവൈകല്യം പ്രാപിച്ച കൈക്ക് അംഗവൈകല്യം ഉണ്ടായി അത് മുഖാന്തരം മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഒരു മനുഷ്യൻ ആ ദേവാലയത്തിൽ ദൈവത്തെ പാടി സ്തുതിച്ചു കൊണ്ടിരുന്നു എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അവിടെ ദൈവ സാന്നിധ്യം ഉണ്ടാകുന്നതിന് വേണ്ടി ആ മനുഷ്യനിൽ കൂടി ദൈവം ഒരു വഴി തുറക്കുന്നു എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ആ വരണ്ട കൈയുള്ള മനുഷ്യൻ ഒറ്റയ്ക്ക് ആയിരുന്നു വന്നിരുന്നത്, ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നു, പക്ഷെ അവരോടൊപ്പം പങ്കുചേരുന്നു. പ്രാർത്ഥനയിൽ ഒരു കൂട്ടായ്മയിൽ അവരോടൊപ്പം പങ്കുചേരുകയും ചെയ്യുന്നു. ഈ മനുഷ്യൻ്റെ മാനസികമായ വിഷമം യേശുക്രിസ്തു കാണുന്നു. കാരണം യേശുക്രിസ്തുവും ദേവാലയത്തിലായിരിക്കുന്നു. ദേവാലയത്തിൽ വെച്ച് ഇത് കാണുകയും ആ മനുഷ്യനോട് വളരെ കുശലം ചോദിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. യേശു അത് നോക്കിക്കൊണ്ടിരുന്നു. ശബത്തിൽ അവനെ സൗഖ്യമാക്കുമോ എന്ന് മറ്റുള്ളവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മറ്റുള്ളവർ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അത്ഭുത പ്രവൃത്തി കാണുന്നതിനുള്ള സന്തോഷമോ അല്ലെങ്കിൽ അനുഗ്രഹമോ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കിക്കൊണ്ടിരിക്കുക, കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. നമ്മളെയും ചിലപ്പോൾ നോക്കിക്കൊണ്ടിരിക്കും. ചിലർ നോക്കിക്കൊണ്ടിരിക്കുന്ന അയ്യോ അവർ കുറച്ച് പേരേ ഉള്ളൂ, പാടി പ്രാർത്ഥിക്കുന്നല്ലോ, സന്തോഷമായിരിക്കുന്നു. നേരെ തിരിച്ചും ചിന്തിക്കുന്നവരുണ്ടാകാം. ആയിക്കൊള്ളട്ടെ, അതെല്ലാം ദൈവം നടത്തിപ്പാണ് എന്ന് വിചാരിച്ച് നമുക്ക് ആസ്വദിക്കാം, നമുക്ക് സന്തോഷിക്കാം, നമുക്ക് സമാധാനിക്കാം. ഏതായിരുന്നാലും ഈ മനുഷ്യൻ ഈ കൂട്ടത്തിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ആരാധനയിൽ പങ്കെടുക്കുന്ന സമയത്താണ് യേശുക്രിസ്തു അവനെ കണ്ടിട്ട് വരണ്ട കൈയുള്ള മനുഷ്യനോട് അവൻ നടുവിൽ എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറഞ്ഞു. എടുത്തു പറയേണ്ടുന്ന ഒരു വാക്യമാണ് നടുവിൽ, മറ്റുള്ളവരുടെ നടുവിൽ, സഭയിലെ നടുവിൽ എഴുന്നേറ്റ് നിൽക്കുക. അവനൊരു സാക്ഷ്യത്തിന് വേണ്ടിയിട്ട് എഴുന്നേറ്റ് നിൽക്കണം. ഒരു ഭാഗത്ത് നിന്ന് ഒളിച്ചിരുത്തി അവന് സൗഖ്യം കൊടുത്തിട്ട് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടല്ല യേശു ഉദ്ദേശിച്ചത്. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവന് സൗഖ്യം കൊടുക്കുക. നാമും പലപ്പോഴും പല സാഹചര്യങ്ങളിൽ നമുക്ക് കിട്ടുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ കൃപ നമ്മിൽ മാത്രമായിട്ട് ചുരുക്കിക്കളയാറുണ്ട്. എനിക്ക് ദൈവം തന്ന അനുഗ്രഹം ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് നാം മറ്റാരോടും പങ്കുവയ്ക്കാതെ, മറ്റാരോടും പറയാതെ നമ്മുടെ വീട്ടിൽ മാത്രം, നമ്മുടെ മനസ്സിൽ മാത്രം ഒതുക്കിക്കളയുന്നു. പക്ഷേ ഇവിടെ യേശുക്രിസ്തു പറയുന്ന അതല്ല, നീ നടുവിൽ എഴുന്നേറ്റ് നിൽക്കുക. ആ എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയുന്നത് ഈ രോഗി ചെയ്യേണ്ടി വരുന്ന ഒരു ക്രിയ, അത് മാത്രമാണ്. അതോടൊപ്പമാണ് അവൻ്റെ മനസ്സിനകത്ത് ദൈവം അവിടെ പ്രവർത്തിക്കുന്നത്. ഏത് തരത്തിലാണോ ആ രോഗി മനസ്സിനകത്ത് ഇച്ഛിച്ചിരുന്നത്, ആ മനസ്സ് യേശുക്രിസ്തു വായിച്ചെടുത്തതിന് ശേഷം
ആ മനുഷ്യന് സൗഖ്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിനു മുമ്പ് മുന്നോടിയായിട്ട് മറ്റു പലരോടും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ശബ്ബത്തിൽ നന്മ ചെയ്യുന്നതാണോ തിന്മ ചെയ്യുന്നതാണോ? ഒന്നാമത്തെ ചോദ്യം അതാണ്. മനുഷ്യനോട് മറ്റുള്ളവരോട് ചോദിക്കുന്നത്, ശബ്ബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ഏതാണ് നല്ലത്? ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏതാണ് വിഹിതം? നമ്മുടെ മുമ്പിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് ചീത്ത കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു അവകാശം ദൈവം തന്നിരിക്കുകയാണ്. നമുക്ക് നന്നായിട്ട് ജീവിക്കാനുള്ള അവകാശം തന്നിട്ടുണ്ട്, മോശമായിട്ട് ജീവിക്കാനുള്ള അവകാശം തന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം അവസാനം അതിൻ്റെ നമുക്ക് ചെന്ന് വാതിൽക്കൽ നിന്നിട്ട് ദൈവത്തിൽ നിന്ന് പ്രതിഫലം വാങ്ങാൻ നിൽക്കുമ്പോൾ നീ എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യത്തിന് അവിടെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് വേദപുസ്തകത്തിൽ നമ്മോട് പറഞ്ഞിരിക്കുന്നു. അവിടെ കണക്ക് നീ ചെയ്തത് നല്ലതാകിലും തീയതാകിലും ദൈവത്തിൻ്റെ മുമ്പാകെ ഒരു കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇവിടെ ക്രിസ്തു പരീശന്മാരോടും ശാസ്ത്രിമാരോടും എല്ലാവരോടുമായിട്ട് പറയുന്ന ഒരു വാക്യമാണ്, ശബ്ബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏത് വിഹിതം, ഏത് വേണം, ഏത് ചെയ്യണം? നമുക്കറിയാം, നമ്മുടെ മനസാക്ഷിക്ക് അനുസരിച്ചിട്ട് നമ്മൾ പറയുമ്പോൾ നന്മ ചെയ്യണം എന്നേ പറയുള്ളൂ, കൊല്ലണമെന്ന് പറയില്ല, രക്ഷിക്കണമെന്നേ പറയുള്ളൂ. പക്ഷേ അവർക്ക് അങ്ങനെ ഒരു ഉത്തരം പറഞ്ഞു കൊടുക്കാൻ കഴിയാതെ ആ സഭയിലെ വലിയ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും ആ ഒരു നന്മ മറ്റുള്ളവർക്ക് കൂടി പങ്കുവയ്ക്കാൻ കഴിയാതെ ഒന്നും മിണ്ടാതെ ദേഷ്യപ്പെട്ടുകൊണ്ട് അവനെ കൊല്ലുവാൻ, ക്രിസ്തുവിനെ കൊല്ലുവാനുള്ള വഴി അന്വേഷിച്ചുകൊണ്ട് പുറപ്പെട്ടു പോയി എന്നാണ്. ദോഷങ്ങൾ, ഭവിഷ്യത്തുകൾ, പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടായേക്കാം. പക്ഷെ ക്രിസ്തു നമ്മോടൊപ്പം ഉണ്ടെന്ന് ഉറച്ച വിശ്വാസം നമുക്കുണ്ടാകണം എന്നുള്ളതാണ് നമ്മുടെ ദൈവം നമ്മോട് തരുന്ന, ക്രിസ്തു നമ്മോട് തരുന്ന വലിയ വാഗ്ദത്തം എന്നുള്ളത്. അപ്പോൾ വരണ്ട കൈയുള്ള മനുഷ്യന് സൗഖ്യം കിട്ടി. നമ്മുടെ കൈക്കും വരൾച്ചയുണ്ടായിരിക്കാം, നമ്മുടെ കാലുകൾക്ക്, നമ്മുടെ ശരീരത്തിന്, നമ്മുടെ തലച്ചോറിന്, നമ്മുടെ ബുദ്ധിക്ക്, ഇതെല്ലാം ചിലപ്പോൾ വരണ്ടു പോയതായിരിക്കാം. ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എത്രയോ പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളും പൂർണ്ണമായിട്ടും ശാരീരിക ക്ഷമതയുള്ളവരാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ നമ്മുടെ ശരീരത്തിലുണ്ടായിരിക്കും. ഈ പോരായ്മകളെല്ലാം മാറ്റുന്നതിന് വേണ്ടിയിട്ട് ക്രിസ്തു പറയുകയാണ്, നീ നടുവിൽ എഴുന്നേറ്റ് നിൽക്കുക. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നീ ദൈവത്തിൻ്റെ മുമ്പാകെ ഒരു സാക്ഷിയായിട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഒരാളിനല്ല, നീ അനേകർക്കുള്ള സാക്ഷിയായിട്ട് തീരും. അപ്പോൾ അത്തരത്തിൽ ഒരു സാക്ഷിയായിട്ട് നാം തീരുന്നതിന് വേണ്ടി ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നു എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. നാം ഇന്ന് വായിച്ചു കേട്ട 148 സങ്കീർത്തനത്തിൽ സ്തുതിക്കുന്നതിനെക്കുറിച്ച്, ദൈവത്തെ സ്തുതിച്ച് പാടുന്നതിനെക്കുറിച്ചിട്ടുള്ള വിപുലമായിട്ടുള്ള ഒരു ശൃംഖല തന്നെ, കുറേ പട്ടിക നമ്മുടെ മുമ്പിൽ നിരത്തിയിരിക്കുകയാണ്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് യഹോവയെ സ്തുതിപ്പിൻ. നാം എപ്പോഴും പറയുന്നത് പ്രാർത്ഥിക്കുക, ദൈവത്തെ സ്തുതിക്കുക, പാട്ടുപാടുക, വേദോസ്തം വായിക്കുക. ഇതെല്ലാം നമ്മുടെ നിത്യജീവിതത്തിൽ വന്നു ചേർന്നിട്ടുള്ള, നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളാണ്. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഗുരുക്കന്മാർ, നമ്മുടെ സൺഡേ സ്കൂൾ അധ്യാപകർ, നമ്മുടെ പുരോഹിതർ, സുവിശേഷന്മാർ തുടങ്ങി ഒരുപാട് പേര് നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തന്നിട്ടുള്ള ദൈവത്തിൻ്റെ വലിയ നന്മകളിൽ പെടുന്നതാണ് ഈ ഒരു കാര്യവും. ദൈവത്തെ, യഹോവയെ സ്തുതിക്കുക എന്ന് പറയുന്ന ഒരു പാഠം. നമ്മൾ യഹോവയെ സ്തുതിക്കുന്നു, മനസ്സുകൊണ്ട് സ്തുതിക്കുന്നു, പാടി സ്തുതിക്കുന്നു, ദൈവവചനം വായിച്ച് സ്തുതിക്കുന്നു, പ്രാർത്ഥിച്ച് സ്തുതിക്കുന്നു, വേദപുസ്തകത്തിൽ നിന്ന് ഭാഷ്യം നമ്മൾ മനസ്സിലാക്കി മറ്റുള്ളവരോട് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നു. ഏതെല്ലാം തരത്തിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ അത്തരത്തിലെല്ലാം നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ആ 148 സങ്കീർത്തനത്തിൽ പറയുന്ന ദൈവത്തെ, യഹോവയെ സ്തുതിപ്പിൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അക്ഷരാർത്ഥത്തിൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോരായ്മകൾ മനുഷ്യ സഹജമാണ്, പലപ്പോഴും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ദൈവം നമ്മുടെ അന്തരേന്ദ്രിയങ്ങളെ തൂക്കി നോക്കുന്നു, അവൻ കണ്ട് മനസ്സിലാക്കുന്നു. എനിക്കൊരു പോരായ്മ ഉണ്ടെങ്കിൽ ദൈവം കാണുന്നുണ്ട്, അതനുസരിച്ചിട്ട് അതിനുള്ള പ്രതിഫലം എന്താണെന്ന് വെച്ചാൽ ദൈവം തരുന്നു. പക്ഷെ നമ്മുടെ മനസാക്ഷി കുത്തില്ലാതെ നന്മ ചെയ്യുന്നതാണോ തിന്മ ചെയ്യുന്നതാണോ, കൊല്ലുന്നതാണോ രക്ഷിക്കുന്നതാണോ എന്നൊരു ചോദ്യം വളരെ സിമ്പിളായിട്ട് യെസ് ഓർ നോ എന്ന് പറയുന്നത് പോലെ ചോദിക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം പറയാനായിട്ട് നമുക്ക് സാധിക്കണം. അതിൽ കൂടെയാണ് ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്നത്. അടുത്ത് യഹോവയെ സ്തുതിപ്പിനെന്ന് പറയുമ്പോൾ അതിനകത്ത് ദൂതന്മാർ, ദൈവത്തിൻ്റെ സർവ്വ സൈന്യം, സൂര്യചന്ദ്രന്മാർ, സകല നക്ഷത്രങ്ങൾ, സ്വർഗാതിസ്വർഗം, ആകാശത്തിൻ്റെ മുകളിലുള്ള വെള്ളം തുടങ്ങി എന്തൊക്കെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടോ അതെല്ലാം ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് വ്യക്തമായിട്ട് 148 സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്. മരങ്ങൾ, വൃക്ഷങ്ങൾ, കുന്നുകൾ, പർവ്വതങ്ങൾ, നദികൾ, സമുദ്രം, എല്ലാം, ഇതിനെല്ലാം പുറമേ തന്നെ നമ്മളിവിടെ ആരാധന നടത്തുമ്പോൾ നമ്മുടെ ശബ്ദത്തെക്കാൾ ഉച്ചത്തിൽ കേൾക്കുന്നത് പക്ഷികളുടെ ശബ്ദം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, അണ്ണാൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ട്. ഈ
പക്ഷികളുടെ ശബ്ദം ശരിക്കും നമുക്ക് അരോചകമായിട്ട് തോന്നാറില്ല. പക്ഷേ അതെല്ലാം ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തെ അതിന് കഴിയുന്ന രൂപത്തിൽ അത് ചിലച്ച് ശബ്ദമുണ്ടാക്കി ദൈവത്തെ സ്തുതിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കുട്ടികൾക്ക് വേണ്ടിയിട്ട് പണ്ടൊരു പാട്ട് EBSലും സൺഡേ സ്കൂളിലൊക്കെ പഠിപ്പിച്ച് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഒരു കോഴിക്കുഞ്ഞ് വെള്ളം കുടിക്കുന്നതിനെ കുറിച്ച് പാടുന്നത്. ഈ കുഞ്ഞ് വെള്ളം കുടിച്ചിട്ട് ഇങ്ങനെ മുകളിലോട്ട് നോക്കുന്നത് അത് ദൈവത്തെ സ്തുതിക്കുകയാണ് എന്നുള്ള ഒരു ഭാഷ്യം ആ പാട്ടിൽ കൂടെ. മുട്ട വിരിഞ്ഞൊരു കോഴിക്കുഞ്ഞൊരു ക്യോം ക്യോം ക്യോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നും നമ്മുടെ മനസ്സിനകത്ത് പഠിപ്പിച്ചിട്ടുള്ളവർക്കും പഠിച്ചിട്ടുള്ളവർക്കും കേട്ടിട്ടുള്ളവർക്കും മായാതെ നിൽക്കുന്ന ഒരു പാട്ടാണ്. മുട്ട വിരിഞ്ഞൊരു കോഴിക്കുഞ്ഞത് ക്യോം ക്യോം ക്യോം, അത് വെള്ളം കുടിച്ചിട്ട് മേലെ നോക്കും അത് ആരെയാരോ. ഇത് ഈശ്വരെ വാഴ്ത്തുകയല്ലോ, സ്തോത്രം പാടുകയല്ലോ. കണ്ടു പഠിക്കുക സഹോദരരെ മിണ്ടാപ്രാണികളെ നമ്മൾ കണ്ടു പഠിക്കുക. അതുപോലെ നമ്മൾ സ്തോത്രം പറയുക. അണ്ണാന് സംസാരിക്കാൻ അറിഞ്ഞൂടാ, പക്ഷെ അതിന് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. കാക്കയ്ക്ക് സംസാരിക്കാൻ അറിഞ്ഞൂടാ, അതിനെ സ്തുതിക്കാൻ കഴിയും. പക്ഷികൾക്കൊന്നിനും സംസാരിക്കാൻ അറിയില്ല, അത് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട് എന്ന് സങ്കീർത്തനക്കാരൻ തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ സകല വൃക്ഷങ്ങളും സകല സമുദ്രങ്ങളും നദികളും പക്ഷികളും മൃഗങ്ങളും ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മളോ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? അതാണ് അവിടെ ഒരു ചോദ്യചിഹ്നം. നമുക്കപ്പോൾ അങ്ങനെയാണെങ്കിൽ അല്പം മാത്രം ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്ന നമ്മൾ എത്ര കണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു എന്ന കാര്യം നമുക്ക് തന്നെ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി എല്ലാ ബഹുമാനവും, എല്ലാ തേജസ്സും, എല്ലാ അംഗീകാരവും, എല്ലാ കഴിവും ഈ ലോകത്തിൽ എന്ത് വേണമെങ്കിലും ആയിക്കൊള്ളാൻ വേണ്ടി പറഞ്ഞ് ഒരു ഫലം മാത്രം നീ തിന്നരുത്, ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് നിഷേധിച്ചിട്ടുള്ളത്. അത് മാത്രം, ആ പാപത്തിൻ്റെ ഫലം ഭക്ഷിക്കരുത്, അത് മാത്രമേ ദൈവം നമ്മോട് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ മനുഷ്യൻ്റെ ആർത്തി കൊണ്ട് അതും ഭക്ഷിച്ചു എന്നുള്ളതാണ് വേദോസ്തം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാം ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെ പറയുന്നത് വൃദ്ധന്മാർ, യുവാക്കന്മാർ, യുവതികൾ, കുട്ടികൾ എല്ലാവരും ദൈവത്തെ സ്തുതിക്കട്ടെ. മനുഷ്യനായിട്ട് ജീവിച്ചിരിക്കുന്ന എല്ലാവരും എടുത്തു പറയുകയാണ്, എല്ലാവരും ദൈവത്തെ സ്തുതിക്കുക. കാരണം ആലയത്തിലെ ദൈവത്തിൻ്റെ വെളിപ്പാടുണ്ടാകണമെന്നുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ പ്രാർത്ഥിക്കണം, ദൈവത്തോടു കൂടി പാടി ആ മഹത്വം വർണ്ണിക്കണം. പാടുന്നതിനെക്കുറിച്ചുകൂടെ നമുക്ക് വീണ്ടും വരുന്നുണ്ട് അതിനകത്ത്. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യം നമ്മുടെ വായനാ ഭാഗമായിട്ടെടുത്ത് വെളിപ്പാട് പുസ്തകം 14-ന്റെ 1 മുതൽ 7 വരെ. അവിടെ ചില സംഗീതത്തെക്കുറിച്ചാണ്, സംഗീതം പാടി ദൈവത്തെ സ്തുതിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. സിയോൻ മലയിൽ കുഞ്ഞാടിൻ്റെയും ദൈവത്തിൻ്റെയും അടയാളം വഹിച്ച കുറേ പേര് നിൽപ്പുണ്ട്. 1,44,000 പേർ, ക്ഷമിക്കണം 14,400 പേർ അവിടെ ഒരുമിച്ച് ചേർന്ന് നിന്ന് ദൈവത്തെ സ്തുതിക്കുകയാണ്. അവിടെ നിൽക്കുന്ന അവർക്കൊരു പ്രത്യേകതയുണ്ട്. ദൈവം മനുഷ്യരിൽ നിന്ന് പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട കന്യകമാരാണ്. ഒട്ടും മാലിന്യമേൽക്കാത്തവർ എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു. അവർ സ്ത്രീകളായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു പ്രായത്തിൽ തന്നെ ദൈവം അവരെ ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ പാട്ട് പാടുന്നതിന് വേണ്ടിയിട്ട് അവിടെ ആക്കി വച്ചിരിക്കുകയാണ്. എന്തിന്? പാട്ട് പാടി ദൈവത്തെ സ്തുതിക്കുന്നതിന് വേണ്ടി. നമുക്കറിയാം ഇന്ന് സംഗീത ലോകത്തിൽ ഒരു മാസ്മരികമായിട്ടുള്ള ഒരവസ്ഥയാണ് നമ്മൾ പലപ്പോഴും TV യിൽ കൂടെ മറ്റു പല ഭാഗങ്ങളിലുമൊക്കെ കാണുന്നത്. സംഗീതത്തിന് മനുഷ്യൻ്റെ മനസ്സിനെ കീഴ്പ്പെടുത്താനുള്ള വലിയൊരു കഴിവുണ്ട്. വേദപുസ്തകത്തിലും സംഗീതത്തെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ തന്നെ പ്രശംസിച്ചിട്ടുണ്ട്, നല്ല രീതിയിലുള്ള ആശയങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അവിടെ എടുത്തൊരു ഒരു വാക്ക് പറയുന്നുണ്ട്. അവിടെ വൈണികന്മാർ എന്ന് പറയുന്ന ആ വാക്ക് വീണ വായിക്കുന്ന സാമർഥ്യമുള്ളവർ എന്നാണ് അതിൻ്റെ അർത്ഥം. വൈണികന്മാർ അവർ വന്ന് വീണ വായിക്കുമ്പോൾ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ, ഒന്ന് ആലോചിച്ച് നോക്കൂ, അത്രത്തോളം മനോഹരമായ ശബ്ദത്തോടെ, ശബ്ദ ഗാംഭീര്യവും മനോഹാരിതയുണ്ട്. ആ ശബ്ദത്തെ നമ്മൾ പലപ്പോഴും നമ്മൾ വെള്ളച്ചാട്ടം എന്തെങ്കിലുമൊക്കെ കാണാൻ പോകുമ്പോൾ അവിടെ വീഴുന്ന ആ ഒരു ശബ്ദത്തിൻ്റെ പ്രത്യേകത, അതൊരു പ്രത്യേക അനുഭൂതി തന്നെയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത തരത്തിലുള്ള. പിതാവിൻ്റെയും പുത്രൻ്റെയും മുദ്രയിടപ്പെട്ട, അവരുടെ നെറ്റിയിൽ മുദ്രയിട്ടിട്ടുണ്ട് ദൈവത്തെ പാടി സ്തുതിക്കുന്നതിന് വേണ്ടി. നമുക്കും ദൈവം മുദ്രയിട്ടിരിക്കുകയാണ്, നമ്മുടെ നെറ്റിയിലും ദൈവം മുദ്രയിട്ടിരിക്കുന്നു പാടി സ്തുതിക്കുന്നതിന് വേണ്ടി. ഇവിടെ 14,400 പേർ അവിടെ ഒരുമിച്ച് നിന്ന് പാടുമ്പോൾ അത് വീണ വായിക്കുന്നത് പോലെ തോന്നുന്നു. വൈണികന്മാർ വീണ വായിക്കുന്നത് പോലെ, വീണ വായിക്കുന്നതിൽ നിപുണതയുള്ളവർ, വെറും നിപുണതയല്ല, എക്സ്ട്രാ ആയിട്ട്
ഒരു പ്രത്യേക പരിശീലനം നേടി നിപുണത നേടിയിട്ടുള്ളവർ വായിക്കുന്നത് പോലെ തന്നെ തോന്നുന്നു എന്നുള്ളതാണ്. അപ്പോൾ എത്രത്തോളം ഭംഗിയായിരിക്കും ആ വീണ വായിക്കുമ്പോഴുള്ള ശബ്ദം. വീണ മാത്രമായിരിക്കില്ല, ചിലപ്പോൾ അകമ്പടി ശബ്ദങ്ങളോ അകമ്പടി മറ്റ് ഉപകരണങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. വേദപുസ്തകത്തിൽ പല ഉപകരണങ്ങളെയും കുറിച്ച് പറയുന്നുണ്ട്. 10 കമ്പിയുള്ള വാദിത്രം കൊണ്ടും ദൈവത്തെ സ്തുതിക്കുക, യഹോവയെ സ്തുതിക്കുക. ഏതൊക്കെ നിങ്ങളെ കൊണ്ട് ഒന്നുമില്ലെങ്കിൽ പോലും നമുക്ക് 2 കൈയും അടിച്ച് അത്യുച്ചനാദമുള്ള കൈത്താളത്തോടുകൂടി അവനെ സ്തുതിക്കുക. ആരുടെയും കൈവശം ഇപ്പോൾ ഉപകരണങ്ങളൊന്നുമില്ല, പക്ഷേ നമുക്ക് 2 കൈകൾ തന്നിട്ടുണ്ട്. നമുക്ക് കൈയടിച്ച് പാടി ദൈവത്തെ സ്തുതിക്കുന്നതിന് അവകാശം തന്നിരിക്കുന്നു. അത്തരത്തിലും ദൈവത്തെ സ്തുതിച്ച് ആലയത്തിൽ ദൈവിക വെളിപ്പാടുണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് സാധ്യമാകുമെന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. പക്ഷേ കൈയടിച്ച് പാടുന്നതിനൊക്കെ മോശമായിട്ടും അത് മറ്റു ചില വിഭാഗങ്ങളുടേതാണെന്ന് വ്യാഖ്യാനിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കൂട്ടരുണ്ട്. ദൈവത്തെ പാടി സ്തുതിച്ച് കൈയടിച്ച് പാടി സ്തുതിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിൽ നമ്മൾ പാടി സ്തുതിക്കുമ്പോൾ ദൈവിക അനുഗ്രഹം നമ്മിൽ ഉണ്ടാകുമെന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ അവിടെ ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി ദൂതന്മാരുടെ കൂടിയിരിക്കുന്ന എണ്ണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി കൂടിയിരിക്കുന്ന എണ്ണം 10,000 10,000 1000 1000 ഗുണിച്ചു നോക്കുക എത്രയാവും. 10,000 10,000 1000 1000 10,000 ഗുണം 10,000 വീണ്ടും 1000 ഗുണം 1000. അത്രയും വലിയ ഒരു സംഖ്യയിലുള്ള ദൂതഗണങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ കൂടിയിരിക്കുന്നു എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. പക്ഷേ അതോടൊപ്പം തന്നെ നിങ്ങൾ 1-2 പേരുണ്ടെങ്കിലും അവിടെ ഞാനുണ്ട് എന്നും വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ എണ്ണത്തിൻ്റെ പെരുപ്പത്തിലല്ല, നമ്മുടെ മനസ്സിൽ ദൈവത്തോടുള്ള ബന്ധത്തിനാണ് വലിയ കാര്യമെന്ന് പ്രത്യേകം ഓർമ്മിക്കുക. അതുകൊണ്ട് എണ്ണം കുറയ്ക്കണമെന്നല്ല, എത്രത്തോളം എണ്ണം കൂട്ടാമോ, എത്രത്തോളം പേർക്ക് ഒരുമിച്ച് പാടി സ്തുതിക്കാമോ അത്രയും ദൈവം നമ്മോടൊപ്പം അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടിരിക്കുമെന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ എടുത്തു പറയുന്ന ഒരു വാക്കുണ്ട്. ഫോഷ്ക്ക് അവരുടെ വായിലുണ്ടായിരുന്നില്ല, അവർ കളങ്കമില്ലാത്തവർ തന്നെ. നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മുടെ വായിൽ ഫോഷ്ക്ക് ഉണ്ടാകരുത്. എടുത്തു പറയുന്നത്, കാരണം ഒരു വായിൽ നിന്ന് തന്നെ, ഒരു ഉറവിൽ നിന്ന് കയ്പും മധുരവും പുറത്തു വരികയില്ല. നമ്മുടെ മനസ്സിനകത്ത് ദൈവത്തിൻ്റെ കാരുണ്യവും ദൈവത്തിൻ്റെ കൃപയും ഉണ്ടെങ്കിൽ അതിൽ കൂടെ മറ്റൊരാളിനെ മോശമായിട്ടും മറ്റൊരാളിനെ ഭംഗിയല്ലാത്ത സഭ്യമല്ലാത്ത വാക്കുകളിലൂടെയും പറയുകയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും ദൈവത്തിൻ്റെ വാക്കുകൾക്ക് യോജിക്കുന്നതല്ല. അതുകൊണ്ടാണ് പറയുന്നത് അവിടെ പാടി സ്തുതിച്ചു കൊണ്ടിരുന്നവർ ദൈവദൂതന്മാരുടെ കയ്യിൽ അവിടെ വീണമീട്ടുന്നത് പോലെ, അതല്ലെന്നുണ്ടെങ്കിൽ സംഗീത ഉപകരണം വായിക്കുന്നവരുടെ മനസ്സിനകത്തൂടെ വരുന്നത്, ഉപകരണത്തിലൂടെ വരുന്ന ഏറ്റവും ഭംഗിയായിട്ടുള്ള വചനങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ, അതല്ലെന്നുണ്ടെങ്കിൽ പാട്ടുകൾ, ഇതെല്ലാം ദൈവനാമ മഹത്വത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഫോഷ്ക്ക് അതോടൊപ്പം ഉണ്ടാകാൻ പാടില്ല. അവർ കളങ്കമില്ലാത്തവർ. അപ്പോൾ നമ്മൾ കളങ്കമില്ലാത്തവരായിരിക്കണം. ആരാധനയിൽ നമുക്ക് വേണ്ടുന്ന ഏറ്റവും വലിയൊരു ആവശ്യമാണ് നമ്മൾ കളങ്കമില്ലാത്ത ദൈവത്തിൻ്റെ മുമ്പേകായിരിക്കുക. നമ്മൾ കുറവുള്ളവരായിരിക്കാം, തെറ്റുകാരായിരിക്കാം, ക്ഷീണിതരായിരിക്കാം, പക്ഷേ കളങ്കമില്ലാത്തവരായിരിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും മുന്നോട്ട് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടിരിക്കണം. 1 രാജാക്കന്മാർ 8-ാം അധ്യായത്തിൻ്റെ 27 മുതൽ 30 വരെയുള്ള വാക്യം. 1 രാജാക്കന്മാർ 8-ാം അധ്യായം 27 മുതൽ 30 വരെ ഞാൻ വായിക്കുകയാണത്. എന്നാൽ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ വസിക്കുമോ? സ്വർഗത്തിലും സ്വർഗാതിസ്വർഗത്തിലും നീ അടങ്ങുകയില്ലല്ലോ. പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ അടങ്ങുന്നത് എങ്ങനെ? എങ്കിലും എൻ്റെ ദൈവമായ യഹോവേ, അടിയൻ ഇന്ന് തിരുമുമ്പിൽ കഴിക്കുന്ന നിലവിളിക്കും പ്രാർത്ഥനയ്ക്കും കേൾക്കേണ്ടതിന് അടിയൻ്റെ പ്രാർത്ഥനയിലും യാചനയിലും തിരിഞ്ഞ് കടാക്ഷിക്കണമേ. അടിയൻ ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ നാമം ഉണ്ടായിരിക്കുമെന്ന് നീ അരുളി ചെയ്ത സ്ഥലമായ ഈ ആലയത്തിലേക്ക് രാവും പകലും തൃക്കൺ പാർക്കണമേ. ഈ സ്ഥലത്ത് പ്രാർത്ഥിപ്പാനിരിക്കുന്ന അടിയൻ്റെയും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെ യാചന കേൾക്കണമേ. തുടങ്ങി ഒരു ദേവാലയത്തിന് വേണ്ടുന്ന ഒരു പ്രാർത്ഥന അവിടെ കിടക്കുകയാണ്. ശലോമോൻ രാജാവ് പ്രാർത്ഥിക്കുന്നതാണ് ഒരു ദേവാലയത്തിന് വേണ്ടി. നിന്റെ തൃക്കൺ പാർക്കണം. ഞങ്ങളിവിടെ നിൽപ്പുണ്ട്, നീ തന്നിട്ടുള്ള സ്ഥലത്ത് ഞങ്ങളിവിടെ കാത്തു നിൽക്കുകയാണ് നിന്റെ അനുഗ്രഹത്തിന് വേണ്ടി. ആ അനുഗ്രഹത്തിലൂടെ ഞങ്ങൾക്കൊരു ദേവാലയം ലഭിക്കുമ്പോൾ അവിടെ ഞങ്ങൾക്ക് മുട്ടുകുത്തി കൈയടിച്ച് പാടി സ്തുതിക്കുന്നതിന് വേണ്ടുന്ന ഒരു അനുഗ്രഹം തരണമേ എന്ന് ശലോമോൻ രാജാവ് നമുക്ക് വേണ്ടി കൂടെ ആലോചന പറഞ്ഞിരിക്കുകയാണ് ദൈവത്തോട്. നമുക്കും അതേപോലെ തന്നെ ദൈവത്തോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും
അതോടൊപ്പം തന്നെ നമുക്ക് ലഭിക്കാൻ പോകുന്ന ദൈവാലയത്തിൽ വെച്ച് നമുക്ക് ഒരുമിച്ച് കൂടി ദൈവനാമ മഹത്വത്തിന് വേണ്ടി നീ നടുവിൽ എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയുമ്പോൾ ധൈര്യപൂർവ്വം എഴുന്നേറ്റ് നിന്നുകൊണ്ട് വരണ്ട കൈയില്ലാത്ത മനുഷ്യനായിട്ട് തന്നെ ദൈവമേ ഹല്ലേലൂയ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന് ധൈര്യപൂർവ്വം കളങ്കമില്ലാതെ പറയുന്നതിന് വേണ്ടുന്ന മനസ്സും ശരീരവും ശക്തിയും ആത്മാവും എല്ലാം ഉണ്ടാകുന്നതിന് വേണ്ടി ദൈവമുമ്പാകെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാകാരുണ്യവനായ പിതാവേ, അടിയങ്ങൾക്ക് ഒരുമിച്ച് കൂടി അങ്ങയുടെ നാമത്തിൽ ആലോചനകൾ കേൾക്കുന്നതിനും പാട്ട് പാടുന്നതിനും വേദപുസ്തകം വായിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും എല്ലാം അങ്ങ് വലിയ അനുഗ്രഹത്തെ അടിയങ്ങൾക്ക് തന്നുവല്ലോ. ശാരീരികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന പലരും ഭവനത്തിലായിരിക്കുന്നു. അവർക്ക് വേണ്ടുന്ന സൗഖ്യം അങ്ങ് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പൈതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് തുടർച്ചയായിട്ട് സ്കൂളിൽ പോകുന്നതിന് വേണ്ടുന്ന അനുഗ്രഹം അങ്ങ് പകരണമേ. യാത്രയിലെല്ലാം കൂടെ ഇരിക്കണം. പ്രകൃതി മുഖാന്തരമുള്ള അപകടങ്ങളും തന്നെ ഉണ്ടാകരുത്. വാഹനങ്ങൾ മുഖാന്തരമോ മറ്റ് ജന്തുക്കൾ മുഖാന്തരമോ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അപകടങ്ങളോ ഒന്നും ഉണ്ടാകാതെ പൈതങ്ങളെയും അടിയങ്ങളെ ഓരോരുത്തരെയും കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാഹനത്തിൽ സഞ്ചരിക്കുന്ന അടിയങ്ങളെ അങ്ങ് കൃപ ചെയ്യണമേ, കാത്തുകൊള്ളണമേ. ഒരു ദോഷവും തട്ടാതെ വണ്ണം കാത്തുകൊള്ളണമേ. അടിയങ്ങൾക്ക് അടുത്ത ആഴ്ചയിലും ഒരുമിച്ച് കൂടി വന്ന് പ്രാർത്ഥിച്ച് അങ്ങയുടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനും ഈ ഒരാഴ്ച ഭവനത്തിലായിരിക്കുമ്പോൾ അടിയങ്ങൾക്ക് വേണ്ടുന്ന നന്മകൾ തരണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അടിയങ്ങൾക്ക് ശുശ്രൂഷ ചെയ്തിരുന്ന അച്ഛനും കൊച്ചമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃപ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾക്ക് ഒരുമിച്ച് കൂടി ആ സേവനം ഞങ്ങൾക്ക് വീണ്ടും ലഭിക്കുന്നതിന് അങ്ങ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹായിടവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നല്ലൊരു നേതൃത്വത്തിൽ അടിയങ്ങൾക്ക് അങ്ങ് വേണ്ടുന്ന വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുന്നതിന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ചയിലും അധികം നന്മകളാണ് നിറയ്ക്കണം. പരമപിതാവേ, ആമേൻ. ആശീർവാദം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും എല്ലാ പേരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ യഹോവായേ, മനസ്സലി ഉടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. മനസ്സലി ഉടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ.